Hello friends. Today I am come up with an interesting topic analyzing consumer market. In this topic we are discussing about what is consumer behavior, what are the factors influencing consumer behavior and what is consumer buying process. Then let's start. What is consumer behavior? Consumer behavior is a study of how individuals, groups, and organizations select, buy, use, and disposal of the goods and services or ideas or experiences to satisfy their needs and wants. In simple terms, it can be said that how the individuals approach towards a product to satisfy their needs and wants. Then What are the factors influencing consumer behavior? The first and foremost factor is psychological factors. Then second one is social factor, cultural factors, personal factors and economic factors. Then let's check each of these factors individually. Psychological factors. We can know that human psychology is a complex process. No one can predict what is the needs and wants of the human. So then first one in the psychological factor is motivation. Out of Maslow's hierarchy of needs, basic needs and security needs has the most power to motivate the consumer to buy the product or services. മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അതിലെ 5 നീഡ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ബേസിക് നീഡ്സ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ്, സോഷ്യൽ നീഡ്സ് ആൻഡ് എസ്റ്റീം നീഡ്സ്. ദെൻ ഫൈനൽ വൺ ഈസ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനായിരിക്കും കൊടുക്കുക? ബേസിക് നീഡ്സ് ആയിരിക്കും. കാരണം നമുക്ക് ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത് അതൊക്കെയാണ് നമ്മുടെ പ്രൈമറി നീഡ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താ വേണ്ടത്? സെക്യൂറായിട്ട് ഒരു സൊസൈറ്റിയിൽ ജീവിക്കണം. അപ്പോൾ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സാണ് സെക്കൻഡ് വൺ. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആയാലും പിന്നെ ഫിസിക്കൽ സെക്യൂരിറ്റി, എക്കണോമിക് സെക്യൂരിറ്റി, അങ്ങനത്തെ എന്ത് തരം സെക്യൂരിറ്റീസ് ആയാലും അതായിരിക്കും നമ്മുടെ സെക്കൻഡ് പ്രിഫറൻസ്. സോ ദ ബേസിക് നീഡ്സ് ആൻഡ് security and safety needs are the most important factors that influencing the consumer behavior. Then second one is perception. What is perception? Perception, which means consumer perception, is a process where a consumer collect information about a product and interpret that information to make a meaningful image about a particular product. അതായത് നമ്മളൊരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നമ്മൾക്കത് വാങ്ങണം എന്നുള്ളൊരു താല്പര്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അത് ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള ആ ബയേഴ്സിൻ്റെ അടുത്ത് നിന്ന് അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മൾ ചോദിക്കും. എന്താണ് ആ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഒപ്പീനിയൻസ്. ഇനിയിപ്പോൾ അതേപോലെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, റിവ്യൂസ് നോക്കും. അങ്ങനെ നമ്മൾ ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കും. അതാണ് പെർസെപ്ഷനിൽ പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നതാണ് ലേണിംഗ്. ലേണിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രൊഡക്റ്റിനെ ഉപയോഗിക്കുന്നത് വഴിയാണ് നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള നോളജ് നമുക്ക് എങ്ങനെ ലഭിക്കുക? നമ്മളത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് അപ്പോഴാണ് നമുക്കത് ലഭിക്കുക. അപ്പോൾ ലേണിംഗ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്കിൽ ത്രോ പ്രാക്ടീസ് ആൻഡ് നോളജ് ത്രോ എക്സ്പീരിയൻസ്. അതായത് ലേണിങ് സ്കിൽ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? പ്രാക്ടീസ്. നമ്മളത് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് സ്കിൽ കിട്ടും. നോളജ്, ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള നോളജ് എവിടെ നിന്ന് കിട്ടും? നമ്മളത് പ്രൊഡക്റ്റിനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്, അതിൽ നിന്ന് നമുക്ക് ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള നോളജും കിട്ടും. അപ്പോൾ അതാണ് തേർഡ് ഫാക്ടർ. ദെൻ ലാസ്റ്റ് വൺ ഈസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിലീഫ്. ആറ്റിറ്റ്യൂഡ് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഡിഫൈൻ ദ ബ്രാൻഡ് ഇമേജ് ഓഫ് എ പ്രൊഡക്റ്റ്. ആറ്റിറ്റ്യൂഡ്, അതായത് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ബിലീവ്സ് ദാറ്റ് എ ഹൈ കോസ്റ്റ് പ്രൊഡക്റ്റ് ഹാവ് മോർ ക്വാളിറ്റി ദെൻ ലോ കോസ്റ്റ് പ്രൊഡക്റ്റ്. ബട്ട് അതൊരു ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയല്ല. കാരണം ചിലപ്പോൾ ഹൈ കോസ്റ്റുള്ള പ്രൊഡക്റ്റിനും പെട്ടെന്ന് നാശമാവാം, അതിന് അധികം ക്വാളിറ്റീസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ ഒരു ഹ്യൂമൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് ഒരു ബ്രാൻഡ് ഇമേജിനെ, ഒരു പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് ഇമേജിനെ വല്ലാണ്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിന് സിഗ്നിഫിക്കൻറ്റ് റോൾ തന്നെ ഉണ്ട് ആറ്റിറ്റ്യൂഡിന്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സെക്കൻഡ് ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്. വാട്ട് ഈസ് സോഷ്യൽ ഫാക്ടേഴ്സ്? Consumer behavior is influenced by social factors such as consumer small groups, family, role and status. Groups.
എ പേഴ്സൺസ് ബിഹേവിയർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സ്മോൾ ഗ്രൂപ്പ്സ്, എക്സാമ്പിൾ റെഫറൻസ് ഗ്രൂപ്പ്. അതായത് ഒരു പർട്ടിക്കുലർ പേഴ്സണിൻ്റെ ബൈങ് ബിഹേവിയറിനെ ഇത്തരത്തിൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് സിറ്റി ആയാലും റീജിയൺ ആയാലും നാഷണൽ, അങ്ങനെ ഓരോ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഉണ്ടാവും. അവരുടെ ബൈങ് ബിഹേവിയർ ആയിരിക്കും ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഫോളോ ചെയ്യുന്നത്. അതായത് അയാൾ താമസിക്കുന്ന, അതായത് അയാൾ നിൽക്കുന്ന സൊസൈറ്റി, അയാൾ നിൽക്കുന്ന അറൗണ്ടിങ്സിലുള്ള ആൾക്കാരുടെ ബൈങ് ബിഹേവിയർ അയാളുടെ ബൈങ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫാമിലി. ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബൈങ് ബിഹേവിയർ ഫസ്റ്റ് നമുക്ക് ആ ബൈങ് ബിഹേവിയർ തന്നെ വരുന്നത് നമ്മുടെ ഫാമിലിയിൽ നിന്നാണ്. കാരണം നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ ഫാമിലിയിലുള്ളവരെ എങ്ങനെയാണോ ബൈങ് ചെയ്തിരുന്നത് ആ ഒരു സ്ട്രക്ചർ തന്നെയായിരിക്കും നമ്മൾ വലുതായാലും അത് ഫോളോ ചെയ്യും. നമ്മളത് കണ്ടിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അത് ഫാമിലി വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റോൾ ആൻഡ് സ്റ്റാറ്റസ്. അതായത് ഒരു പേഴ്സൺ ഒരു സൊസൈറ്റിയിൽ നല്ല ജോലി ഉണ്ടെന്ന് വയ്ക്കുക, മറ്റൊരാൾക്ക് അധികം, അതായത് സാധാ ജോലി, അതായത് ഒരു കൂലിപ്പണി, ഒരു ചീഫ് എക്സിക്യൂട്ടീവ്. ഇവരുടെ രണ്ട് പേരുടെയും ബൈങ് ബിഹേവിയർ വളരെയധികം ഡിഫറൻസ് ആവും. കാരണം അയാളുടെ കയ്യിലുള്ള ഇൻകം ഈ തൊഴിലാളിയുടെ കയ്യിലുള്ള ഇൻകം വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ അവരുടെ ബൈങ് ബിഹേവിയർ, അയാൾ വാങ്ങുന്ന ചില ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ആയിരിക്കും വാങ്ങുക, അതുപോലെ ആയിരിക്കില്ല ഈ തൊഴിലാളി വാങ്ങുക. അപ്പോൾ അവരുടെ ബൈങ് ബിഹേവിയർ, ഒരു വ്യക്തി ഒരു സൊസൈറ്റിയിൽ കീപ്പ് ചെയ്യുന്ന റോളിൻ്റെ സ്റ്റാറ്റസും ഒക്കെ ഈ ബൈങ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ദെൻ തേർഡ് ഫാക്ടർ ഈസ് കൾച്ചറൽ ഫാക്ടേഴ്സ്. കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അസോസിയേറ്റഡ് വിത്ത് എ സെറ്റ് ഓഫ് വാല്യൂസ് ആൻഡ് ഐഡിയോളജീസ് that belongs to a particular community. When a person comes from a particular community, his or her behavior is highly influenced by the culture relating to that particular community. അതായത് ഒരു കൾച്ചർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സെറ്റ് ഓഫ് വാല്യൂസും ഐഡിയോളജീസും ഉണ്ടായിരിക്കും. അവർ ആ ഒരു സെറ്റ് ഓഫ് വാല്യൂസിൻ്റെയും ഐഡിയോളജീസിൻ്റെയും ബേസിസിലായിരിക്കും അവരുടെ ബൈങ് ബിഹേവിയർ അവർ ഡിസൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് കൾച്ചറൽ ഫാക്ടേഴ്സിൽ വരുന്നത്? ഫസ്റ്റ് വൺ ഈസ് കൾച്ചർ. Cultural factors include the basic values, needs, preferences and behavior that are observed and learned by a consumer from their family members and other important people. അതായത് ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ ബേസിക് വാല്യൂസ്, നീഡ് ആൻഡ് പ്രിഫറൻസസോ ബിഹേവിയറോ അതൊക്കെ അയാൾ എവിടുന്നാണ് പഠിക്കുന്നത്? അതായത് ഒരു പർട്ടിക്കുലർ കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഈ പ്രിഫറൻസ്, നീഡ്സ്, ബിഹേവിയർ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തായിരിക്കും? അവരുടെ വീട്ടിലെ കൾച്ചറിനനുസരിച്ച്, അത് ഫാമിലി കൾച്ചറിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ലൊക്കാലിറ്റി, അവർ താമസിക്കുന്ന അറൗണ്ടിങ്സിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പീപ്പിൾസിൻ്റെ അവരുടെ കൾച്ചറിൻ്റെ ബേസിസിലായിരിക്കും അവരുടെ ബൈങ് ബിഹേവിയർ അവർ ഡിസൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതാണ് കൾച്ചർ എന്ന് പറയുന്നത്. സബ് കൾച്ചർ, ദ സെക്കൻഡ് ഫാക്ടർ ഈസ് സബ് കൾച്ചർ. സബ് കൾച്ചർ ഹാവ് സെയിം സെറ്റ് ഓഫ് വാല്യൂസ് ആൻഡ് കൾച്ചർ. സബ്കൾച്ചർ ബൈ ഇറ്റ്സ് സെൽഫ് ഫോം എ കൺസ്യൂമർ സെഗ്മെൻറ്റ്. സബ് കൾച്ചർ എന്ന് പറയുന്നത് കൾച്ചറിൻ്റെ ഒരു പാർട്ടാണ്. ഇവിടെ ഈച്ച് സബ് കൾച്ചറിൽ സെയിം സെറ്റ് ഓഫ് വാല്യൂസ് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. സബ് കൾച്ചർ എന്ന് പറയുന്നത് ഒരു കൺസ്യൂമർ സെഗ്മെൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഇവരുടെ ഒരു പർട്ടിക്കുലർ ബൈങ് ബിഹേവിയർ ഉണ്ടായിരിക്കും. ഇവിടെ ഈ സബ് കൾച്ചറിലുള്ളവരുടെയൊക്കെ ബൈങ് ബിഹേവിയർ അവരുടെ സെറ്റ് ഓഫ് വാല്യൂസിനെയും ഐഡിയോളജീസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അതാണ് സബ് കൾച്ചർ എന്ന് പറയുന്നത്. സോഷ്യൽ ക്ലാസ് ഡസ് നോട്ട് ജസ്റ്റ് ഡിറ്റർമൈൻഡ് ബൈ ഇൻകം ബട്ട് ഓൾസോ ദ ഫാക്ടേഴ്സ് സച്ച് ആസ് ഒക്യുപ്പേഷൻ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആൻഡ് എഡ്യൂക്കേഷൻ. സോഷ്യൽ ക്ലാസ് എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു പേഴ്സൻ്റെ ഇൻകത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് കൂടുതൽ ഇൻകം, കുറവ് ഇൻകം, അത് മാത്രമല്ല അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഒക്യുപ്പേഷൻ, എഡ്യൂക്കേഷൻ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരാളുടെ ബൈങ് ബിഹേവിയർ. നമുക്കൊരു പർട്ടിക്കുലർ കസ്റ്റമറിൻ്റെ ബൈങ് ബിഹേവിയർ ഇന്നേ സൊസൈറ്റിയുടെ പർട്ടിക്കുലർ കസ്റ്റമറുടെ ബൈങ് ബിഹേവിയർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതെന്ന് പറയുമ്പോൾ ഒരാളുടെ ഇൻകത്തെ മാത്രം ബേസ് ചെയ്തുകൊണ്ടായിരിക്കില്ല, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷൻ, ഒക്യുപ്പേഷൻ ഇതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. ദെൻ ദ ഫോർത്ത് ഫാക്ടർ ഈസ് പേഴ്സണൽ ഫാക്ടർ. പേഴ്സണൽ ഫാക്ടേഴ്സ് which are closely personal and factors that are personal to the customer influence their buying behavior. ദെൻ അതിൽ വരുന്നതെന്ന് വെച്ചാൽ ഏജ് എന്ന് പറയുമ്പോൾ യൂത്ത് പീപ്പിളിൻ്റെ ആയിരിക്കില്ല ബൈങ് ബിഹേവിയർ, ആയിരിക്കില്ല ഓൾഡ് ഏജ് പീപ്പിളിൻ്റെ.
അവരിൽ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇൻകം, അതായത് ഒരുപാട് ഇൻകമുള്ള ആൾക്കാർ ഒരുപാട് ഇൻകം അവരുടെ ബൈങ്ങിനായിട്ട് സ്പെൻഡ് ചെയ്യും. അതുപോലെ ആയിരിക്കില്ല കുറച്ച് ലോ ഇൻകം പീപ്പിളിൻ്റെ ബൈയിങ് ബിഹേവിയറും ഹൈ ഇൻകം പീപ്പിളിൻ്റെ ബൈയിങ് ബിഹേവിയറും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഒക്യുപ്പേഷൻ, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സമൂഹത്തിൽ നല്ലൊരു ജോലിയുള്ള ഒരാളുടെയും വേറെ അധികം അത്ര സ്റ്റാറ്റസ് ഇല്ലാത്ത ജോലി എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയല്ലെങ്കിലും അധികം ശമ്പളമൊന്നും ഇല്ലാത്ത ഒരു ചെറിയ ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെയും ബൈയിങ് ബിഹേവിയർ രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ലൈഫ് സ്റ്റൈല്, നമ്മൾ എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുന്നത് അതിനെയാണ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുക. അപ്പോൾ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ആയിരിക്കും അവരുടെ ബൈയിങ് ബിഹേവിയറും. ദെൻ ഫിഫ്ത്ത് ഫാക്ടർ ഈസ് എക്കണോമിക് ഫാക്ടേഴ്സ്. എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കൺസ്യൂമറിൻ്റെ ബൈയിങ് ഹാബിറ്റിനെയും ഡിസിഷൻസിനെയും ഈ എക്കണോമിക് സിറ്റുവേഷൻസ് വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ എക്കണോമിക് സിറ്റുവേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അവരുടെ കൺസ്യൂമർ ബൈയിങ് ഹാബിറ്റും ഡിസിഷൻസും ഒക്കെ ചേഞ്ചസ് ആവുന്നത്. അതിൽ പറയുമ്പോൾ വെച്ചാൽ പേഴ്സണൽ ഇൻകം എന്ന് പറയുമ്പോൾ ഒരാളുടെ ഇൻഡിവിജ്വൽ പേഴ്സൺസിൻ്റെ ഇൻകം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ അവരുടേതായിട്ടുള്ള ഇൻകം വെച്ചിട്ട് അവർ മാക്സിമം പർച്ചേസസ് നടത്തും. ഇനി ഫാമിലി ഇൻകം എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിയിൽ ഉള്ളവരുടെയൊക്കെ ഇൻകം കൂടിയിട്ട് നമ്മൾ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ വലിയൊരു ഇൻകം കിട്ടും. അപ്പം അവർക്ക് കൂടുതൽ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാൻ പറ്റും. ദെൻ കൺസ്യൂമർ ക്രെഡിറ്റ്, ഇപ്പോഴാണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് പർച്ചേസസ് നടത്താനുള്ളൊരു അവസരമുണ്ട്. അതായത് ക്രെഡിറ്റ് കാർഡ് അങ്ങനത്തെ ക്രെഡിറ്റ് പർച്ചേസസ് നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അതും നല്ലൊരു അത് കൺസ്യൂമർ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ലിക്വിഡ് അസറ്റ്സ് എന്ന് വെച്ചാൽ അസറ്റ്സ് വിച്ച് ആർ ഈസിലി കൺവേർട്ടബിൾ ഇൻ ടു ക്യാഷ്. നമുക്ക് ക്യാഷിലേക്ക് വളരെയധികം പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സിനെയാണ് ലിക്വിഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബാങ്കിലുള്ള ക്യാഷ്, സേവിങ്സ് അക്കൗണ്ട്, FD അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്യാഷാക്കി കൺവേർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ലിക്വിഡ് അസറ്റ്സ്. ദെൻ ഫൈനൽ വൺ ഈസ് സേവിങ്സ് എന്ന് പറയുമ്പോൾ ചിലർക്ക് സേവിങ് ഹാബിറ്റ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവരുടെ ബൈയിങ് ഹാബിറ്റ് വളരെയധികം കുറവായിരിക്കും, കാരണം അവർ സേവിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. These are the factors influencing consumer behavior. What are the factors? The first one is psychological factors, then second one is social factors, then third one is cultural factors, then fourth one is personal factors, then fifth one is economic factors. Then next topic is consumer buying process. What are the buying process? The first one is problem recognition, then second information search, third alternative evaluation, fourth purchase decision, fifth post purchase evaluation. The first step is problem recognition. പ്രോബ്ലം റെക്കഗ്നീഷനിൽ നമ്മൾ എന്താ ചെയ്യുക? പ്രോബ്ലം റെക്കഗ്നീഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ നീഡ്, എന്താണ് നമ്മൾ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിലൂടെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നീഡ് ആൻഡ് വോണ്ട്, അതാണ് പ്രോബ്ലം റെക്കഗ്നീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ രണ്ട് തിയറീസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് ആൻഡ് ഹെർട്സ്ബർഗ്സ് ടു ഫാക്ടർ തിയറി. മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സിൽ വരുന്നതാണ് സൈക്കോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, സോഷ്യൽ നീഡ്സ്, എസ്റ്റീം നീഡ്സ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഇനി അടുത്ത തിയറി എന്ന് പറയുന്നത് എന്താണ്? മോട്ടിവേഷണൽ തിയറീസ് ആണ് ഈ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സും ഹെർട്സ്ബർഗ്സ് ടു ഫാക്ടർ തിയറീസും. ഹെർട്സ്ബർഗ്സ് ടു ഫാക്ടർ തിയറീസിൽ രണ്ട് തിയറീസാണ് പറയുന്നത്, മോട്ടിവേഷൻ തിയറിയും മെയിൻ്റനൻസ് തിയറി. മോട്ടിവേഷൻ തിയറീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എംപ്ലോയീസിനെ അവർക്ക് അവരുടെ വർക്കിൽ അവരെ റെക്കഗ്നൈസ് ചെയ്യുമ്പോഴും അവർക്കതിൽ റിവാർഡ് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കൊടുക്കുന്നത് വഴി അവരെ ഒന്നും കൂടി മോട്ടിവേറ്റ് ചെയ്യുക, അതാണ് ഈ മോട്ടിവേഷൻ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അവരെ നമ്മുടെ കമ്പനിയിൽ സസ്റ്റെയിൻ ചെയ്ത് നിലനിർത്തി കൊണ്ടുപോവുക. എങ്ങനെ? ഈ റെക്കഗ്നീഷനും റിവാർഡും അങ്ങനത്തെ അച്ചീവ്മെൻറ്റ്സും ഒക്കെ അവർക്ക് കൊടുക്കുന്നത് വഴി. അടുത്തെന്ന് പറയുന്നത് മെയിൻ്റനൻസ് തിയറി എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മളെ മെയിൻ്റനൻസ്, ആ പേരിൽ തന്നെ ഉണ്ട്, വർക്കേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അതായത് അവർക്ക് നല്ലൊരു വർക്കിംഗ് കണ്ടീഷനും നല്ല സാലറിയും സ്റ്റാറ്റസും അതൊക്കെ കൊടുക്കുന്നത് വഴി അവരെ നമ്മുടെ കമ്പനിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് മെയിൻ്റനൻസ് തിയറി എന്ന് പറയുന്നത്. These two theories are important in the problem recognition step. Then the second step is information search.
ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നമുക്ക് എവിടെ നിന്നൊക്കെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാം. എവിടെ നിന്നൊക്കെ? പേഴ്സണൽ സോഴ്സസ്, മാർക്കറ്റ് സോഴ്സസ്, പബ്ലിക് സോഴ്സസ്, പേഴ്സണൽ എക്സ്പീരിയൻസസ്. പേഴ്സണൽ സോഴ്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആരുടെയെങ്കിലും റിവ്യൂസ്, അതായത് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച ആൾക്കാരുടെ റിവ്യൂസ്, പിന്നെ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മറ്റുള്ളവരുടെയൊക്കെ ഒന്ന് കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെയാണ് മാർക്കറ്റ് സോഴ്സസും പബ്ലിക് സോഴ്സസും ഒക്കെ. പേഴ്സണൽ എക്സ്പീരിയൻസ് അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പീപ്പിൾസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻസിനാണ് പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. The next one is alternative evaluation. Alternate evaluation means that a belief, attitude, expectations and ideas are the factors affecting evaluation. അതായത് നമുക്കറിയാം ഒരു പ്രൊഡക്റ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കുറേ ആൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. അതിലെല്ലാം ഇവാലുവേറ്റ് ചെയ്ത് ദ മോസ്റ്റ് ബെസ്റ്റ് വണ്ണാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ബിലീഫും ആറ്റിറ്റ്യൂഡ്, എക്സ്പെക്റ്റേഷൻസ്, ഐഡിയാസൊക്കെ അതിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആൾട്ടർനേറ്റീവ് വാല്യുവേഷനൊക്കെ കഴിഞ്ഞു. അടുത്തെന്ന് പറയുന്നതാണ് പർച്ചേസ് ഡിസിഷൻസ്. അതായത് പർച്ചേസ് ഡിസിഷൻ, ബിഫോർ വി ടേക്കിംഗ് എ ഡിസിഷൻ ഓൺ ദ പർച്ചേസ് ഓഫ് എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ്, we need to consider physical risk, financial risk, social risk and time risk associated with a purchase must be considered. ഈ തരത്തിലുള്ള റിസ്ക് ഒക്കെ ആ പ്രൊഡക്റ്റിലുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മളൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നതിന് അതായത് ഒരു പർച്ചേസ് ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ഈ ഫാക്ടേഴ്സൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ റിസ്ക് ഒക്കെ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളൊരു പർച്ചേസ് ഡിസിഷൻസ് ചെയ്യാവൂ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പോസ്റ്റ് പർച്ചേസ് ഇവാലുവേഷൻ. പോസ്റ്റ് പർച്ചേസ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവരുടെയും നമ്മുടെ നിത്യജീവിതത്തിലുണ്ടാവും. നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തതിന് ശേഷം, നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് മുന്നേ ഇവാലുവേറ്റ് ചെയ്യും. പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് വേണ്ടായിരുന്നു, വേറെ പ്രൊഡക്റ്റ് വാങ്ങിയാൽ മതിയായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ആ ഒരു സിറ്റുവേഷനാണ് പോസ്റ്റ് പർച്ചേസ് ഇവാലുവേഷൻ. ഇത്രയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തു? വാട്ട് ഈസ് കൺസ്യൂമർ ബിഹേവിയർ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് വാട്ട് ഈസ് കൺസ്യൂമർ ബൈയിങ് പ്രോസസ്. വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.